വെൽക്കം ടു അറിവ്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് കണ്ടന്റ് ചിൽഡ്രനും കണ്ടന്റ് ചൈൽഡും ആണ്. അതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത പോലെ സിഗ്നൽ ക്വറീസ് എന്ന് പറയുന്ന ടോപ്പിക്കും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ആംഗുലർ ക്വറീസ് ആർ സിഗ്നൽസ് അതിനകത്ത് അതും ലാസ്റ്റിൽ എടുക്കുന്നുണ്ട്. ന്യൂ ചൈൽഡ് എടുത്തതുപോലെ ന്യൂ ചൈൽഡിൻ്റെ ബാക്കി പോർഷനായിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് നമ്മൾ ചൈൽഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ചൈൽഡ് കമ്പോണന്റ് ഓഫ് ടിഎസിനകത്ത് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കണ്ടന്റ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യൂ ആപ്പ് കമ്പോണന്റ് ഡോട്ട് ടി എസിനകത്ത് ഈ ആപ്പ് ചൈൽഡിൻ്റെ ഇടയ്ക്ക് ഈ രണ്ട് ഓപ്പണിംഗ് ടാഗിനും എൻ ടാഗിനും ഇടയ്ക്ക് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുതിയ സാധനം ആ എഴുതിയ കണ്ടന്റ് എന്താണോ അത് ആപ്പ് ചൈൽഡ് കമ്പോണന്റിനകത്ത് നമുക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കണ്ടന്റ് ചൈൽഡോ കണ്ടന്റ് ചിൽഡ്രൻ്റെ ആവശ്യമുണ്ടാകും. ഞാനിവിടെ ഒരു സാധാ ഡിവ് എഴുതുവാണ്. ng കണ്ടന്റ് വെച്ചിട്ട് നമ്മളിവിടെ പ്രൊജക്റ്റ് ചെയ്യും, പ്രൊജക്റ്റ് ചെയ്യാതിരിക്കാം. ചൈൽഡ് കമ്പോണന്റിനകത്ത് വന്നിട്ട് കണ്ടന്റ് ചൈൽഡ് ഓഫ് ടെംപ്ലേറ്റ് ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇംപ്ലിമെന്റ്സ് ng ആഫ്റ്റർ കണ്ടന്റ് ആഫ്റ്റർ എന്ത് സംഭവിക്കും, നമുക്ക് ആ വാല്യൂ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ആപ്പ് കമ്പോണന്റിനകത്ത് ഈ കൺസോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ചൈൽഡ് എലമെന്റിനകത്ത് വന്നിട്ട് ടെക്സ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ ടെക്സ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കൊന്ന് കിട്ടാത്തത്.
കണ്ടന്റ് ഏരിയ വാല്യൂ നമുക്ക് അവിടെ വന്നു. ഇനി നമുക്ക് ഈ സംഭവം നമുക്ക് ടെംപ്ലേറ്റ് റെഫ് ദിസ് ഇസ് എ കണ്ടന്റ് ഏരിയ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്ത് ng ടെംപ്ലേറ്റ് ഔട്ട്ലെറ്റ് വെച്ചിട്ട് ടെംപ്ലേറ്റ് ഔട്ട്ലെറ്റ് നമ്മളത് സ്ക്രീൻ ചേഞ്ച് ചെയ്യാൻ പോകാം. വന്നിട്ടില്ല. എക്സാമ്പിളിനകത്ത് ആക്ച്വലി ഇത് വരേണ്ടതാണ്. Okay, it should be star ng template ഔട്ട്ലെറ്റ് ആണല്ലോ. ഏതോട്ടെ ng container is an outlet. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇമ്പോർട്ട്സിനകത്ത് നമ്മുടെ കോമൺ മൊഡ്യൂൾ ചെയ്തത് അങ്ങനെ നമ്മൾ കോമൺ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. സോ ഒബ്വിയസ്ലി എറർ മാറിക്കാണണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ എറർ ഒന്നും വരത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ng container can bind change ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടല്ലോ. കോമൺ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ക്യാപ് മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ട് ചെയ്യാത്തതാണ്. ഇവിടെ കോമൺ മൊഡ്യൂൾ ഇമ്പോർട്ടഡ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചിലപ്പം ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ മാറുമായിരിക്കും. സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന എറർ എന്ന് പറയുന്നത് ng കണ്ടന്റിനകത്ത് നമുക്ക് ഞാനിത് എലമെന്റ് റഫ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അതുപോലെ ഇതിനെ ടെംപ്ലേറ്റ് റഫ് ആയിട്ട് വേണം ഇവിടെ എടുക്കാനായിട്ട്. എൻ്റെ മിസ്റ്റേക്കാണ്. ഇതിനെ ടെംപ്ലേറ്റ് റഫ് ആയിട്ട് എടുക്കണം. എന്നിട്ട് ഇവിടെ കൺസോൾ ലോഗിൽ വന്നിട്ട് ഇത് ഞാൻ തൽക്കാലം മാറ്റിയിടുകയാണ്. ഇത്രയും മാറ്റി കഴിയുമ്പോഴത്തേക്കും അടുത്തത് വരുന്നുണ്ട്. അടുത്ത അറിവ് വരുന്നുണ്ട്. Template of create embedded implementation is not a function. ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെയൊരുതിനെ കുറിച്ച്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം എങ്ങനെ ഈ ഒരു റിസോൾവ് ചെയ്യണം. ഓക്കെ, അഗെയിൻ ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. ബിക്കോസ് ഞാനത് ഭയങ്കര ചെയ്ത് കാണിക്കാനുള്ള എക്സൈറ്റ്മെന്റിനകത്ത് ഇത് ഡെബിനാണ് കൊടുത്തിരുന്നത്. നമ്മൾ ടെംപ്ലേറ്റ് റഫ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇത് ng ടെംപ്ലേറ്റിനകത്ത് വരണം. ഡെബിൽ കൊടുത്താൽ അത് എലിമെന്റ് റഫേ ആവുള്ളൂ.
ഇനിയെങ്കിലും ഇത് ശരിയായോ എന്ന് നമുക്ക് നോക്കാം. ശരിയായിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. 2 എക്സാമ്പിൾ നമ്മളിവിടെ കവർ ചെയ്തു. അത് ഒന്നുകൂടെ ഞാനിവിടെ കാണിക്കാം. ഇവിടെ ഡെഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്യാണ്. ഡെഫിനകത്ത് ഹാഷ് എലമെന്റ് റഫ്. ഡെഫ് എന്നതിനകത്ത് നമ്മൾ കൊടുക്കുമ്പം അത് എലമെന്റ് റഫും NG ടെംപ്ലേറ്റിനകത്ത് കൊടുക്കുമ്പം അത് ടെംപ്ലേറ്റ് റഫുമാണ് വരുന്നത്. നമ്മൾ എന്താണോ ഇവിടെ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ കൊടുത്തത് at content child element ref content എന്ന് പറയുന്നത് രണ്ടും നമുക്കിപ്പം ഒരുപോലെ കൊടുക്കാവുന്നു. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൂടെ നമ്മൾ പഠിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഒരു തവണ ഒരു മിസ്റ്റേക്ക് മേക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ആ സംഭവം മറക്കത്തില്ല. ഇനിയും ഞാൻ ഇതിൻ്റെ ഗ്രേഡിയൻ്റ് 2 കോപ്പി ഉണ്ട്. ഫസ്റ്റ് വൺ ഞാൻ ടച്ച് ചെയ്യുന്നില്ല. ചിൽഡ്രൻ വന്നിട്ട് നമുക്ക് വ്യൂ ചിൽഡ്രൻ്റെ കൂടെ കണ്ടന്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ ഉണ്ട്. കണ്ടന്റ് ചിൽഡ്രനകത്ത് എലമെന്റ് ഓഫ് പറയുന്നത് ഇതിനകത്ത് വാല്യൂ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. query ലിസ്റ്റിനകത്താണ് വാല്യൂസ് വരുന്നത്. ഫസ്റ്റും ലാസ്റ്റും ഫസ്റ്റ് എലമെന്റ് ഉണ്ട്, query ലിസ്റ്റ് ലാസ്റ്റ് എലമെന്റ് ഉണ്ട്, റിസൾട്ട്സിനകത്ത് എലമെന്റ് ഉണ്ട്. query ലിസ്റ്റ് ഡോട്ട് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ക്വറി ലിസ്റ്റിനകത്ത് എപ്പോഴേലും ഒരു ചേഞ്ച് വരുവാണെങ്കിൽ പെട്ടെന്നൊരു ഡേറ്റ ആഡ് ചെയ്യുന്നു, അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഈ ചേഞ്ചസ് ആണ് വർക്ക് ചെയ്യുക.
Smallest of element. വരുന്നത് എന്താണെന്ന് നോക്കാം. എലമെന്റ് ഓഫ് എന്നാണ് ഇവിടെ വന്നിട്ട് എലമെന്റ് ഓഫ് മെറ്റീരിയൽ എലമെന്റ് element of 1, 2, 3 that's content children. ഇനി ഈ സെയിം സാധനം തന്നെ നമുക്ക് ടെംപ്ലേറ്റ് റഫിനും പറ്റും. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് ഈ സെയിം സാധനങ്ങളെല്ലാം ഞാൻ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. ആദ്യം കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഈ എലമെന്റ് റഫ് എന്ന ഏറ്റവും സിംപ്ലസ്റ്റ് സാധനം ആദ്യം റെഫർ ചെയ്യാൻ പോകും. എലി ഔട്ട് ചെയ്യാം. സിഗ്നലിനോട് ഇടാം. കൺസോൾ ലോഗിൽ ആ വാല്യൂ വരുന്നത് സിഗ്നൽ എലമെന്റ് റഫ്. അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ള ടെംപ്ലേറ്റ് റഫ് ആണ്. കണ്ടന്റ് എലമെന്റിനകത്ത് വന്നിട്ട് സിഗ്നൽസ് ആയതുകൊണ്ട് കണ്ടന്റ് എടുത്തു. Okay, this should be name same mistake ആണ് വരുത്തി. This is a template area of element graph എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
items, this is template of 2, this is template of 3. അവിടെ സിഗ്നൽസിൻ്റെ കേസസും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതോടെ കണ്ടന്റ് ചൈൽഡ് എന്നുള്ള ഈ പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കണ്ടന്റ് ചൈൽഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതികളും അതുപോലെ കണ്ടന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ്, ലൈക്ക്, ഒരു